ഒരു രാഷ്ട്രമായി അവരെ തിരികെ കൊണ്ടുവരും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നീക്കങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ ട്രംപ് ഭരണകൂടം നാട് കടത്തുന്ന രീതിയെ ചൊല്ലി വൻ പ്രതിഷേധങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരെയും ഇത്തരത്തിൽ നാട് കടത്തിയതും US-ന്റെ സൈനിക വിമാനത്തിൽ അയച്ച അവരെ ഇന്ത്യയിൽ ഇറങ്ങാൻ സമ്മതിച്ചതുമൊക്കെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഒരു രാഷ്ട്രമായി അവരെ തിരികെ കൊണ്ടുവരും. വാഷിംഗ്ടൺ DC-യിൽ കഴിഞ്ഞ വ്യാഴാഴ്ച നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് സമ്മേളനം നടന്നു. സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. ക്രൈസ്തവ വിരുദ്ധ പക്ഷാപാതത്തിനെതിരെ പോരാടുന്നതിന് പുതിയ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് ടാസ്ക് ഫോഴ്സ്. ഇതായിരുന്നു പ്രഖ്യാപനം. ക്രൈസ്തവ വിരുദ്ധ പക്ഷാപാതം ഇല്ലാതാക്കാനും ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ എല്ലാത്തരം ക്രൈസ്തവ വിരുദ്ധ ലക്ഷ്യങ്ങളും വിവേചനങ്ങളും തടയാനും വേണ്ടിയാണ് ഈ ടാസ്ക് ഫോഴ്സ് എന്നും US അറ്റോർണി ജനറൽ പാം ബോണ്ടി ഈ ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുമെന്നും ട്രംപ് പറഞ്ഞു. പരിപാടിക്കിടെ പാം ബോണ്ടിയുടെ ഫോഴ്സിന്റെ നയത്തെക്കുറിച്ചും ട്രംപ് സൂചന നൽകുകയുണ്ടായി. Religious persecution. Today I'm signing an executive order to make our Attorney General, who's a great person, she's going to be a great Attorney General, Pam Bondi, the head of a task force, brand new, to eradicate anti-Christian bias. About time, right? Anti-Christian bias. ട്രംപ് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, രാജ്യവ്യാപകമായി ക്രൈസ്തവരുടെയും മറ്റു മതവിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളും. രണ്ട്, സമൂഹത്തിലെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും പൂർണ്ണമായി വിചാരണ ചെയ്യും. തുടർന്ന് ട്രംപിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ഞാൻ വൈറ്റ് ഹൗസിലായിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും സൈന്യത്തിലും ഗവൺമെന്റിലും ജോലി സ്ഥലങ്ങളിലും ആശുപത്രികളിലും പൊതു ഇടങ്ങളിലും ക്രൈസ്തവരെ സംരക്ഷിക്കും. നമ്മൾ നമ്മുടെ രാജ്യത്തെ ദൈവത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രമായി തിരികെ കൊണ്ടുവരും. ഇതിനുശേഷം ഒരു കാര്യം കൂടി ട്രംപ് പറയുകയുണ്ടായി. മതസ്വാതന്ത്ര്യത്തിന് വേണ്ടി പുതിയ പ്രസിഡൻഷ്യൽ കമ്മീഷനും വൈറ്റ് ഹൗസ് വിശ്വാസ കാര്യാലയവും. ടെലി ഇവാഞ്ചലിസ്റ്റ് പോള വൈറ്റ് ഇതിന് നേതൃത്വം നൽകും. വ്യാഴാഴ്ച രാവിലെ നടന്ന ഈ നാഷണൽ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് സമ്മേളനത്തിൽ നിരവധി പേരായിരുന്നു പങ്കെടുത്തത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ പിടികൂടി ബന്ദികളാക്കിയ നിരവധി ഇസ്രയേലികളുടെ കുടുംബങ്ങളും ചടങ്ങിലുണ്ടായിരുന്നു. ട്രംപ് അവരെ അഭിസംബോധന ചെയ്തത് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രാർത്ഥനകളിലും സൂക്ഷിക്കുന്നുണ്ട്. പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനത്തെ ബന്ദിയെയും തിരികെ കൊണ്ടുവരുന്നത് വരെ വിശ്രമമില്ല. Joined today by several brave families whose loved ones were taken hostage during the October 7th horrible attack 16 months ago. And I know I speak for everyone here today when I say that we're keeping you in our hearts and our prayers. And please stand if you are one of the people who have been so gravely affected. Please stand. Thank you. Thank you very much. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റ ഉടനെ ട്രംപ് സ്വീകരിച്ച ചില കർക്കശ നയങ്ങളിൽ വിവാദമുയർന്നെങ്കിലും പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുന്ന ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവർ നോക്കിക്കാണുന്നത്.